എയർ ഫ്രയറിൽ എങ്ങനെ ഇത്രയും നന്നായിട്ട് ഗ്രിൽ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. തന്നെ കുറച്ച് ഗരം മസാല, ഒരു 1/4 സ്പൂൺ ഗരം മസാലയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും, 1 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഞാൻ ഇട്ടു. അതിൻ്റെ മുകളിൽ ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞൊഴിച്ചു. പിന്നെ 1 സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ഒഴിച്ചു, ഓരോ സ്പൂൺ. പിന്നെ നന്നായിട്ട് ഉപ്പ് ഇട്ടു, ഓൾമോസ്റ്റ് 1 സ്പൂൺ ഉപ്പിട്ടു. പിന്നെ ഒരു 1.5 സ്പൂൺ തൈരും ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 2.5 കിലോ ഉള്ളൊരു ചിക്കനായിരുന്നു. അത് നന്നായിട്ട് വരഞ്ഞു ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സ്കിന്ന് വെച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. പക്ഷേ വലിയ ചിക്കനായതുകൊണ്ട് ഒത്തിരി ഫാറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മറ്റേ സ്കിന്ന് എടുത്ത് കളഞ്ഞിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക, നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണം. 8 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമുക്ക് ഇത് കുക്ക് ചെയ്യേണ്ടത്. അപ്പം എയർ ഫ്രയറിലാണ് നമ്മളിന്ന് ഗ്രിൽ ചെയ്യുന്നത്. എയർ ഫ്രയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇപ്പം ഉള്ള വേയിൽ നോക്കിയപ്പോഴത്തേക്ക് എയർ ഫ്രയറാണ് നല്ലത്. എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട, അതുകൊണ്ട് മാത്രം എയർ ഫ്രയർ കുക്ക് ചെയ്യുന്നു. അപ്പോൾ എയർ ഫ്രയറിൽ എങ്ങനെ ഗ്രിൽ ചിക്കൻ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ കൂടെ. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്യാനായിട്ട് വെക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മറിച്ചിടേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഒരു 15 മിനിറ്റ് വെച്ച് നോക്കിയിട്ട് ഒന്ന് മറിച്ചിടാമെന്ന് വെച്ചു. ഓക്കെ, 15 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 2 സൈഡിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഉണ്ടോ, ബോത്ത് സൈഡ് ഓൾമോസ്റ്റ് എല്ലായിടത്തും കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വെക്കുവാണ്. നമുക്കൊരു നന്നായിട്ട് വെൽഡൺ ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോഴത്തേക്ക് നന്നായിട്ട് കുക്ക് ചെയ്യട്ടെന്ന് വെച്ചിട്ട് 10 മിനിറ്റ് വെച്ചു. 10 മിനിറ്റ് വെച്ചിട്ട് കുറച്ച് ബട്ടറും കുറച്ച് നാരങ്ങയുടെ ഒഴിക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് എണ്ണയൊന്നും ഉപയോഗിക്കാത്തില്ല. അത് കാരണം ഇത് നല്ല ടേസ്റ്റിന് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത് ഇത്. ഇപ്പോൾ ഈ എയർ ഫ്രയർ ആണല്ലോ എല്ലാവരും മേടിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്നൊരു ഡൗട്ടുണ്ട്. ഈവൻ ഞാനാണെങ്കിലും എയർ ഫ്രയർ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസം 7 മാസം മുകളിലായി. അങ്ങനെ കുക്ക് ചെയ്യാറൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.